എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടികൾ മാർച്ചിൽ തുടങ്ങാനിരിക്കെ സംസ്ഥാനം പ്രതീക്ഷിച്ച സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നതായി സൂചന. കടമെടുപ്പ് പരിധി കേന്ദ്രം വൻതോതിൽ വെട്ടിക്കുറച്ചതും പ്രശ്നമായിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായേക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആശങ്ക. നികുതി വരുമാനത്തിന് പുറമെ 2000 കോടി രൂപ കേരളത്തിന് ഓരോ മാസവും അധികമായി ചെലവുണ്ട്. കടമെടുപ്പിലൂടെയാണ് ഈ തുക കണ്ടെത്തുന്നത്. സാമ്പത്തിക വർഷത്തിന്റെ അവസാനമായതിനാൽ കരാറുകാർക്കും മറ്റും ബില്ലുകൾ മാറി നൽകേണ്ടതുണ്ട്. ഇത് ചെലവ് കുത്തനെ ഉയരാൻ കാരണമാകും. അവസാന പാദമായതിനാൽ കരാറുകാർക്കും മറ്റും 20,000 കോടി രൂപയോളം നൽകണം. ശമ്പളവും പെൻഷനും വിതരണം ചെയ്യുന്നതിന് വേണ്ടി 15,000 കോടി രൂപയും വേണം. ഇതിനു പുറമെയാണ് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതോട് കൂടിയിട്ട് വലിയ തുകയാണ് ഇപ്പോൾ വേണ്ടി വരുന്നത്. നേരത്തെ 550 കോടി രൂപ വേണ്ടി വന്നിരുന്നത് ഇപ്പോൾ 1400 കോടി രൂപയോളം ഒരു മാസത്തെ ക്ഷേമ പെൻഷന് വേണം. ഇതെല്ലാം ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കടമെടുപ്പ് പരിധിയിൽ നിന്നും 6000 കോടി രൂപയാണ് അവസാന പാദത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ ഇപ്പോൾ വെട്ടിക്കുറച്ചത്. അതുകൊണ്ട് തന്നെ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ താമസം വരാൻ വലിയ സാധ്യതയാണ് ഉള്ളത്. ഈ മാസം അവസാന 4 ദിവസങ്ങളിൽ ബാങ്ക് അവധി തുടർച്ചയായി വരുന്നത് കൊണ്ട് തന്നെ കൃത്യമായി ഈ മാസം എല്ലാവർക്കും 2000 രൂപ പെൻഷൻ കൃത്യസമയത്ത്, അതായത് ജനുവരി മാസത്തിൽ തന്നെ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിലും ആശങ്കയുണ്ട്. അതായത് പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള തുക കണ്ടെത്തുക എന്നുള്ളത് തന്നെ വലിയ ഒരു കാര്യമാണ്. ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ കാലയളവിലെ തുകയാണ് വെട്ടിക്കുറവ് വരുത്തിയിട്ടുള്ളത്. വലിയ പണം സർക്കാരിന് മറ്റു വകുപ്പുകളിലേക്ക് കണ്ടെത്തേണ്ടതുമുണ്ട്. എന്തായാലും 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ മുടക്കിക്കൊണ്ട് സർക്കാർ ഒരു കളിക്കും നിൽക്കില്ല. അതുകൊണ്ട് തന്നെ താമസിച്ചാലും 2000 രൂപ പെൻഷൻ ഈ മാസത്തേത് ലഭിക്കുക തന്നെ ചെയ്യും. ഈ മാസം അവസാന ദിവസങ്ങളിൽ 4 തുടർച്ചയായിട്ടുള്ള അവധി വരുന്നുണ്ട്. 24-ാം തീയതി 4ാം ശനിയാഴ്ചയും, 25-ാം തീയതി ഞായറാഴ്ചയും, 26-ാം തീയതി റിപ്പബ്ലിക് ദിന അവധിയുമാണ്. 27-ാം തീയതി ബാങ്കുകൾ പണിമുടക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ 25-ാം തീയതിക്ക് മുമ്പ് പെൻഷൻ വിതരണം ചെയ്യുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ 24-ന് മുമ്പ് പെൻഷൻ വിതരണം ചെയ്യുകയാണ് എങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ചില ആളുകൾക്കെങ്കിലും എത്താൻ താമസിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള ബാങ്ക് അവധികൾ ഉണ്ടായതിനാൽ സർവീസ് സഹകരണ ജീവനക്കാരും ഈ അവധികൾ ബാധകമായതുകൊണ്ട് തന്നെ കയ്യിൽ പെൻഷൻ വിതരണം ചെയ്യുന്ന ആളുകൾക്കും ഈ ഒരു താമസമുണ്ടാകും. കാരണം ട്രഷറി മുഖാന്തരം തുക കൈമാറി കിട്ടേണ്ടതുകൊണ്ട് അതിന്റെ കാലതാമസവും ഉണ്ടാകും എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ പ്രവാസി പെൻഷനും വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ശരിയാകും എന്നുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ ഇലക്ഷൻ എന്നുള്ളത് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇനി പെൻഷൻകാരെ ഒന്നും വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത. പല ആളുകളും ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ലേ? 1600 ആണ് ഞങ്ങൾക്ക് ക്ഷേമ ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നത് എന്നുള്ളതാണ്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ചല്ലാതെ പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമ ബോർഡുകളിൽ നിന്നും 1600 തന്നെയാണ് പെൻഷൻ ലഭിക്കുന്നത്. അവർക്ക് കൂട്ടിയതായിട്ടുള്ള അറിയിപ്പ് ഇല്ല. കൂട്ടിയതായിട്ട് പ്രത്യേകം അറിയിച്ചിട്ടില്ല, അല്ലെങ്കിൽ കൂട്ടിയിട്ടില്ല എന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് 1600 മാത്രമാണ് ലഭിക്കുന്നത് എന്നുള്ളത് കൂടി ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ക്ഷേമ ബോർഡ് പെൻഷൻ വിതരണം ചെയ്യുന്നതും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കുമാണ് 1600 നിന്നും 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുള്ളത്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.